വെൽക്കം ബാക്ക് ടു ബീറ്റാ സ്ക്വിറൽ. നമുക്ക് PHPയിൽ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള, അതായത് ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത വാല്യൂസ്, റീയൂസബിൾ ആയിട്ടുള്ള, നമുക്ക് ഒന്നിലധികം പ്രാവശ്യം നമ്മളെ ക്ലാസ്സിലൊക്കെ യൂസ് ചെയ്യുന്ന വാല്യൂസ്, അത് ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത വാല്യൂസ് ആണെങ്കിൽ അതൊരു കോൺസ്റ്റൻ്റ് ആക്കി ക്രിയേറ്റ് ചെയ്യാം. ആ കോൺസ്റ്റൻ്റ് എങ്ങനെയാണ് PHPയിൽ ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. അങ്ങനെ കോൺസ്റ്റൻ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു ക്ലാസ്സിൽ കോൺസ്റ്റൻ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കീവേഡാണ് കോൺസ്റ്റ് എന്ന് പറയുന്നത്. കോൺസ്റ്റ് എന്ന് പറഞ്ഞ കീവേഡ് കൊടുക്കുക. അതിനുശേഷം എന്താണോ കോൺസ്റ്റൻ്റ്, ആ കോൺസ്റ്റൻ്റ് പൊതുവേ നമ്മൾ ക്യാപിറ്റൽ ലെറ്ററിലാണ് ഉപയോഗിക്കുന്നത്. കോൺസ്റ്റ് മെസ്സേജ്, ഇവിടെ നമ്മളൊരു കോൺസ്റ്റൻ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കോൺസ്റ്റൻ്റ് എന്ന് പറയുന്ന കീവേഡ് ഉപയോഗിച്ച് ക്യാപിറ്റൽ ലെറ്ററിൽ നമ്മൾ ഫംഗ്ഷൻ്റെ പുറത്തായിട്ട് ഒരു കോൺസ്റ്റൻ്റ് ക്രിയേറ്റ് ചെയ്തു. ഈ ഒരു കോൺസ്റ്റൻ്റ് നമ്മൾ ഈ ക്ലാസ്സിൻ്റെ ഉള്ളിൽ തന്നെ ആക്സസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സെൽഫ് എന്ന് പറയുന്ന കീവേഡ് ഉപയോഗിക്കും. അതായത് സെൽഫ്, ഇതിൽ നിന്ന് തന്നെയുള്ള, നമ്മൾ നേരത്തെ പ്രോപ്പർട്ടീസ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ദിസ് എന്ന് പറയുന്ന കീവേഡ് ആയിരുന്നു ഉപയോഗിച്ചത്. അതിന് പകരം കോൺസ്റ്റൻ്റ് ആണെങ്കിൽ നമ്മൾ സെൽഫ് എന്ന് പറഞ്ഞിട്ട് കോളൻ ഇട്ടിട്ട് മെസ്സേജ് എന്ന് പറഞ്ഞു കൊടുക്കും. ഇത് നമ്മൾ ആനിമലിലാണ് വിളിക്കുന്നത്. ആനിമലിൽ നമ്മൾ വിളിക്കുന്ന സമയത്ത് സെൽഫ്, അതായത് ഇതേ ക്ലാസ്സിൽ നിന്നുള്ള കോൺസ്റ്റൻ്റ് ആണ് വിളിക്കുന്നതെങ്കിൽ സെൽഫ് കോളൻ എന്നിട്ട് ആ വേരിയബിളിൻ്റെ നെയിം ഇങ്ങനെ കൊടുക്കും. ഇങ്ങനെയാണ് നമ്മൾ ആക്സസ് ചെയ്യുന്നത്. ഇനി അത് നമ്മളെ ചൈൽഡ് ക്ലാസ് നിന്ന്, അതായത് ഈ ആനിമലിനെ ഇൻഹെറിറ്റ് ചെയ്ത ചൈൽഡ് ക്ലാസ് നിന്നാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ, എന്നിട്ട് ഞാൻ ഇവിടെ ഒരു ഫംഗ്ഷൻ എഴുതാണ്, ഒരു മെത്തേഡ് ക്രിയേറ്റ് ചെയ്യുന്നു. ഡെമോ, ജസ്റ്റ് സാമ്പിളിന് വേണ്ടിയിട്ട് ഡെമോ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ കോൺസ്റ്റൻ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് സി എന്ന് പറയുന്നതാണ്. അപ്പോൾ നമ്മൾ ക്യാറ്റിലല്ല, കിങ്ഡം ആനിമലാണ് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. അതിനെ മാറ്റിയിട്ട് നമ്മൾ സി ആനിമൽ എക്സ്റ്റെൻഡ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ കോൺസ്റ്റൻ്റ് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ നേരത്തെ കിങ്ഡം ആനിമലായിരുന്നു കൊടുത്തത്. കിങ്ഡം ആനിമൽ കൊടുക്കാം. എന്നിട്ട് എക്കോ സെൽഫ് കോളൻ മെസ്സേജ് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് കിട്ടില്ല. കാരണം ഈ മെസ്സേജ് ഞാനിവിടെ കിങ്ഡം ആനിമലാണ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. കിങ്ഡം ആനിമലിൽ അങ്ങനെ ഒരു മെസ്സേജ് ഇല്ല. പകരം നമ്മൾ കടൽ ആനിമൽ, സി ആനിമലിൽ മാത്രമേ ആ ഒരു മെസ്സേജ് ഉള്ളൂ. അപ്പം നമ്മൾ ക്യാറ്റിൽ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുന്ന ക്ലാസ് മാറ്റിയിട്ട് സി ആനിമൽ കൊടുക്കും. അപ്പം നമുക്ക് ആ ഒരു എക്സ്റ്റെൻഡ് ചെയ്ത് ആ ഒരു മെത്തേഡിന് ആക്സസ് ചെയ്യാൻ പറ്റും. ഇനി അതല്ലെങ്കിൽ നമുക്ക് സെൽഫ് എന്നല്ലെങ്കിൽ പാരൻ്റ് എന്നും നമുക്ക് കൊടുക്കാൻ പറ്റും. നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്ന ക്ലാസ്സിന്, ചൈൽഡ് ക്ലാസ്സിന് ആക്സസ് ചെയ്യുന്ന സമയത്ത് പൊതുവേ നമ്മൾ കോൺസ്റ്റൻ്റ് ആക്സസ് ചെയ്യുന്നത് പാരൻ്റ് കോളൻ ഇങ്ങനെയാണ് നമ്മൾ ആക്സസ് ചെയ്യുന്നത്. ഇനി നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് എക്കോ ചെയ്ത് നോക്കാം. ക്യാറ്റ് റണ്ണ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ കൂടെ ബി ആർ ഓൾറെഡി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഡെമോ കൂടെ ആക്സസ് ചെയ്യാം. ഈ ബ്രൗസറിൽ നോക്കാം. സി ആനിമൽ നോട്ട് ഫൗണ്ട്, നമുക്ക് എറർ വന്നിട്ടുണ്ട്. സി ആനിമൽ നോട്ട് ഫൗണ്ട് എന്ന് പറഞ്ഞിട്ട് എന്താണ് ഇഷ്യൂ നോക്കാം. കിങ്ഡം ആനിമൽ മാത്രമേ ഞാനിവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ, അതായത് റിക്വയർ ചെയ്തിട്ടുള്ളൂ. നമുക്ക് സി ആനിമൽ കൂടെ റിക്വയർ ചെയ്യണം. സി ആനിമൽ, അപ്പോൾ ആ ഒരു ഫോൾഡറിൽ നിന്നുള്ള ഒരു ഫയൽ ഇവിടെ ആക്സസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഇൻസ്റ്റൻസ്, അതിൻ്റെ നെയിം സ്പേസ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഐ ആം ആൻ ആനിമൽ എന്ന് പറയുന്ന ആ ഒരു മെസ്സേജ് നമുക്ക് രണ്ട് സ്ഥലത്തു നിന്നും എക്കോ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഫ്രം പാരൻ്റ് ഫസ്റ്റ് വന്നു, അതിനുശേഷം ചൈൽഡ് എന്നുള്ള അതും വന്നിട്ടുണ്ട്. രണ്ടും നമ്മൾ എക്കോ ചെയ്തത് വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് കോൺസ്റ്റൻ്റ് ക്രിയേറ്റ് ചെയ്യുന്നതും ആക്സസ് ചെയ്യുന്നതും. ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് കോൺസ്റ്റ് എന്ന് പറയുന്ന കീവേഡ് കൊടുക്കുക. അത് ആക്സസ് ചെയ്യുന്ന സമയത്ത് സെൽഫ് കോളൻ അല്ലെങ്കിൽ പാരൻ്റ് കോളൻ ആ ഒരു കോൺസ്റ്റൻറ്റിൻ്റെ നെയിം